ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുറത്ത് നല്ല വെയിലാണ്, ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ഇന്ന് രണ്ടാം ശനി അല്ലേ, സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇന്ന് എനിക്ക് ലീവാണ്, അംഗൻവാടി ഇല്ല. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കുറച്ച് ജ്യൂസിൻ്റെ മുന്തിരി കിട്ടിയിരിക്കണ്. അപ്പോൾ ആ മുന്തിരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ജ്യൂസ് അടിക്കാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീട്ടിൽ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറേ ക്യാഷും കൊടുക്കണം. മുന്തിരി ഇത് വാങ്ങിയാൽ മതി. പിന്നെ നമുക്ക് വീട്ടിൽ നല്ല ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചെടുക്കുക. നല്ല സൂപ്പറായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരി, നമുക്കതെങ്ങനെയാണ് നോക്കാം. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വരെ. അപ്പം ഞാൻ മുന്തിരി എടുത്തുക്കണേ, ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ നാരും കമ്പും കോരും ഇതിലുള്ള ചീഞ്ഞ മുന്തിരിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഈ ഉപ്പ് കലക്കിയിട്ട് ഉപ്പ് വെള്ളത്തിൽ മുന്തിരി ഇടണം കേട്ടോ. അപ്പം എന്താണെന്ന് അറിയാം, ഇതിലുള്ള വിഷവും പൊടികളും അഴുക്കും എല്ലാം ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, മുന്തിരിയിലൊക്കെ ഒരുപാട് വിഷമാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ കേട്ടിക്കണ്. അപ്പോൾ അതൊക്കെ പോവാനൊക്കെ ഈ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കഴുകുമ്പോൾ നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് ഞാൻ കഴുകി വാരിയാണ് കേട്ടത്. അപ്പം ഇനി 1-2 പ്രാവശ്യം കൂടി നല്ല ശുദ്ധമായ വെള്ളത്തിൽ കൂടെ ഒന്ന് കഴുകി വാരി എടുക്കട്ടെ നമുക്ക്. അപ്പോൾ നല്ല ഫ്രഷ് മുന്തിരിയാണ്. പൊട്ടിയതും ചീഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. അതൊക്കെ നമ്മൾ ഇതിൽ പെട്ടാൽ നമ്മളെ ജ്യൂസിന് ഒരു ചുവ വ്യത്യാസം വരും കേട്ടോ. അപ്പം നല്ല ഫ്രഷ് ജ്യൂസായിട്ട് കിട്ടാൻ നല്ല മുന്തിരി മാത്രം എടുത്തിട്ട് ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് മുന്തിരി വേവിച്ചിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇപ്പം തന്നെ കുടിക്കണമെങ്കിൽ വേവിച്ചിട്ടുള്ള ജ്യൂസ് പറ്റൂല. നമുക്ക് ഇന്ന് ഉച്ചക്ക് മുന്തിരി ജ്യൂസ് കുടിക്കണമെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കണം കേട്ടോ, അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. തിളപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഈ മുന്തിരിയൊക്കെ തോലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് പൊട്ടി കുറച്ചൊക്കെ പകുതിയൊക്കെ പുറത്തേക്ക് വരും. മുന്തിരി ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 3-4 മിനിറ്റ് തിളച്ചാൽ മതി. 3-4 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ അതാ നമ്മളെ മുന്തിരി ഒക്കെ തിളച്ച് ഇതൊക്കെ തൊലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചാടിയിക്കണ് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൻ്റെ നീല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ വേറെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മളെ മുന്തിരി ജ്യൂസൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചൂടുള്ള തിളച്ച സാധനങ്ങൾ തണുത്ത വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് പെട്ടെന്ന് ഒന്ന് ഉടഞ്ഞു പോവില്ല. ഉടഞ്ഞു പോവാതെ നല്ല എനർജി ഉണ്ടാവും, നല്ലൊരു ബലത്തിൽ നിൽക്കും കേട്ടോ. ഉടഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടേക്കുന്നത്. ബാക്കിയുള്ള മുന്തിരിൻ്റെ ചാറും മുന്തിരിയും ഒക്കെ പാടെ വേറൊരു പാത്രത്തേക്ക് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് തണുപ്പിക്കരുത്. അല്ലാതെ പുറത്ത് നിന്ന് നോർമലായിട്ട് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് തണുത്ത് കിട്ടണം കേട്ടോ. തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രം നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊന്ന് നല്ലോണം ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്ന് ഓരോന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നായി മാറ്റിയെടുക്കട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അതിൽ ഇടാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവട്ടെ, നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് അമർത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു പുറത്തേക്ക് തെറിച്ച് വീഴും കേട്ടോ. അപ്പോൾ ആ കുരുവിൻ്റെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ മുന്തിരിയൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കട്ടെ. നമുക്ക് കുറേ മുന്തിരി ഇങ്ങനെ കടിക്കണം ജ്യൂസ് എന്നുണ്ടെങ്കിൽ അത്രയും മുന്തിരി എടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിങ്ങനെ എടുക്കട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോന്ന് ആയിട്ട് മാറ്റി എടുക്കുന്നുണ്ട്. ഇതിന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു ഇങ്ങനെ ഓരോന്ന് കുരു മാറ്റി എടുക്കാം. കുരു ഒന്ന് അങ്ങോട്ട് നെക്കി കൊടുത്താൽ മതി, കുരു പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത്രയും മാറ്റി എടുത്തിക്കണേ. ഇനി നമുക്കിത് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് നല്ലോണം തണുത്തു കേട്ടോ. ഇനി തണുത്തിട്ടാണ് നമുക്ക് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് നല്ലോണം ജ്യൂസ് അടിച്ചെടുക്കുക.
കുറേ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ജ്യൂസ് അടിക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളം നമുക്ക് മാറ്റിയെടുക്കട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ ജ്യൂസ് അടിക്കുമ്പോൾ എന്താണെന്നറിയാം, അരിഞ്ഞ് കിട്ടൂല. അപ്പം നമുക്ക് കുറച്ച് വെള്ളത്തിൽ അരിഞ്ഞ് കിട്ടാനാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിലാവുമ്പോൾ മുന്തിരി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. കുറേ വെള്ളമാകുമ്പോൾ അരിഞ്ഞ് കിട്ടൂല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ലോണം ജ്യൂസ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം ജ്യൂസ് ആദ്യം തിളപ്പിച്ച വെള്ളവും ജ്യൂസും ഒക്കെ പാടെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ അതാ ഈ പാത്രത്തിൽ കൊള്ളണില്ല, ഞാൻ വേറൊരു പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കട്ടെ കേട്ടോ. ഇതിലേക്ക് തന്നെ മാറ്റി ഇനി നമുക്ക് ഇതിലേക്ക് നല്ല പുളിയുള്ളൊരു നാരങ്ങേൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അത് അതിൻ്റെ കുരുവൊക്കെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കളഞ്ഞിട്ട് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിക്കട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചിട്ട് നമ്മളിത് കുടിക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, അപ്പോൾ കുരുവൊക്കെ ഇതിലേക്ക് ചാടിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് വെറുതെടുക്കട്ടോ. നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ നീര് ഫുള്ളായിട്ട് ഇതിലേക്ക് എടുക്കട്ടോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇത് നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഞാനിപ്പോൾ ഒരു ജഗ്ഗിലേക്ക് മാറ്റിയാണ്. അപ്പോൾ അതാ നമ്മളെ ജ്യൂസ് നല്ല തണുത്ത് നല്ല കൂളായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് കുടിച്ചാൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാകും. നമ്മളെ ശരീരം മൊത്തം നമ്മളങ്ങോട്ട് തണുക്കും കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് കുറേ സമയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ഈ ബൗള് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുന്തിരിൻ്റെ ബോളുകൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുരു മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് കുടിക്കാം. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനൊക്കെ അമർത്തുക. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് കണ്ടിട്ട് കൊടുക്കുകയാണ്. നല്ലോണം തണുക്കട്ടെ. അപ്പോൾ ഈ വെയിലിനും ചൂടിനൊക്കെ ഇതുപോലുള്ള ജ്യൂസുകളൊക്കെ കുടിക്കാൻ നോക്കുക. നമ്മുടെ ശരീരം നല്ലതുപോലെ തണുക്കും. ചൂട് കാരണം അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ടാറ്റാ.